Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Pooja and more than sisters is like my daughter and like that bonding and Pooja no എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സിസ്റ്റർക്ക് സിസ്റ്റർ വേണ്ട ലവ് യു പൂജ ബിഗ് ബോസ് കാണാറുണ്ടോ? എനിക്ക് വേഷം വരും അത് ജിൻഡോനെ മൊത്തത്തിൽ കോർണർ ചെയ്യണം, അവരെല്ലാവരും കൂടി ചേർന്ന് ജിൻഡോനെ ഒറ്റപ്പെടുത്തുക അങ്ങനെ നോക്കുന്നത്. ഹായ് ഹലോ. സോ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ എയർപോർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ സിസ്റ്റർ പൂജ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ ടോപ്പ് 5 വരെ പോവും എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവളുടെ ഫിസിക്കൽ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അവൾക്ക് ഇറങ്ങേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ വി ആർ സോ ഹാപ്പി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച നിന്നുകൊണ്ട് അവളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇവൾ കയറുന്നേക്കാൾ മുന്നേ ഒരുപാട് നെഗറ്റീവ് കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ഇറങ്ങുമ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസും കാര്യങ്ങളാണ് വരുന്നത്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. പിന്നെ പൂജ പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആളെ ഞാൻ കാണിച്ചു കേട്ടോ. ആളപ്പം മീഡിയ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുകയാണ്. വേറെ ആരുമല്ല, ജാൻമോണി ദാസ്. പക്ഷെ ഭയങ്കര തിരക്കിലാണ് ഗൈസ്. മറ്റേ മീഡിയസിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഭയങ്കര തിരക്കിലായി. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ സ്ക്രീനിൽ വരാൻ പറ്റില്ല എന്നാണ്. എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ച് ജാനുവിനെ ഇവര് കുഴപ്പിക്കുകയാണ് അല്ലേ? ജാനുവിന് എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. ജാനു ഒന്ന് എന്നെ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര ബഹളമാണ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ചോദിക്കാറുള്ളത് എൻ്റെ ചേച്ചിയും ജാനുവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരുന്നു അല്ലേ? ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയാ? പൂജ സ്വീറ്റ് ഹാർട്ട് love you Pooja. Pooja and more than like sisters is like my daughter and like that bonding and Pooja no എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം രഞ്ജിനി ചേച്ചി പോലെ എനിക്ക് പറയുന്നത് ഒരു പൂജ വന്നിട്ടാണ് സോ പറയാൻ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ ഒരു she is very sweetheart, innocent, very innocent girl. So that is the reason might be I really like her. അതെ, പിന്നെ എനിക്ക് ഏറ്റവും മനസ്സിലായത് എന്താണെന്നറിയോ? ജാനു ഇറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ ജാനുവിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജാനുവിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എന്ന് പറഞ്ഞപ്പോഴത്തേനും ജാനു പിറ്റേ ദിവസം തന്നെ ഓടി ഞാൻ ഒറ്റയ്ക്കാണോന്ന് ഞാൻ വരാം എന്നിട്ട് ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. വേറെ ഒന്ന് ലൈക്ക് ഒരു ആൾക്കാരെ കാണാൻ മീഡിയ കാണാനോ ഒന്നിനോ നിൽക്കാതെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അതെന്താ അങ്ങനെ വന്നേ? സിസ്റ്റർക്ക് സിസ്റ്റർ വേണ്ട എപ്പോഴും നമ്മൾ എത്ര വലിയ പൊസിഷനിൽ എത്തി കാര്യത്തിലും നമ്മൾ ഒന്നും ഇല്ലാത്തതും ആ ഹ്യൂമനിറ്റി, നമ്മുടെ ആ ലവ്, ആ റെസ്പെക്റ്റ്, ആ സ്നേഹം നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. കാരണം നാളെ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ വേണ്ടേ കൊണ്ടുപോകുന്ന വേണ്ടി. സോ ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും. അതെ, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ പൂജാപ്പി ഇറങ്ങി, ജാൻ ചേച്ചി ഇറങ്ങി. അപ്പൊ ഇനി ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ആരെങ്കിലും ഇപ്പൊ നിക്കണേ? ജാനുവിന്റെ ജിൻഡു ചേട്ടൻ. ആ വലിയത് വിളിച്ച ജിൻഡു ചേട്ടാ. ഇത് അടുത്ത സീസണിൽ ഞാൻ പോവാന്ന് വിചാരിക്കട്ടാ ബിബിയിലേക്ക്. അപ്പൊ എനിക്ക് എന്തൊരു ഉപദേശം തരാം? എനിക്ക് ഉപദേശമൊന്നുമില്ല, ജസ്റ്റ് പേഷ്യൻസ് ആൻഡ് എന്റെ പോലെ പൊട്ടിത്തെറിക്കണ്ട, ശാന്തമായിട്ടിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പൊ എന്റെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ ഒരു അടിപൊളി ഗസ്റ്റിനെ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ജാനു. ഇനി നമുക്ക് ഓക്കെ, ലവ് യു. അപ്പോൾ ബൈ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും ശുഭമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ അമ്മ. ഇനി ഞങ്ങൾ പോവാണ് വീട്ടിലല്ലേ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പൂജാപ്പി പുറത്തിറങ്ങിയിട്ട് വിഷമമുണ്ട്. അവൾ നന്നായി കളിച്ചിരുന്നു. പിന്നെ അവൾക്ക് ഇങ്ങനെ ഹെൽത്തിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവളെന്തായാലും ഹെൽത്ത് ഓക്കെ ആവട്ടെ. ഇനിയും അവൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുമില്ല. അതെ, അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള അവസാനം. കുറേ വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും ബൈ. എങ്ങനെയുണ്ട് ഒരു ബിഗ് ബോസിന് ശേഷമുള്ള ഒരു ലൈഫ്? എങ്ങനെയുണ്ട് ശരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. ഇപ്പോൾ പൂജ കാണാൻ വേണ്ടി പോവാം. കാരണം പൂജ സുഖം ഉണ്ടായിട്ടില്ല. സോ കാരണം പൂജയുടെ കൂടെ എൻ്റെ ഒരു ബോണ്ടിങ്, നല്ല ഒരു ബോണ്ടിങ് ഉണ്ടായി. കാരണം എനിക്ക് പുറത്തൊക്കെ കാണാൻ പോലെ ഉണ്ടായിട്ടില്ല ഉള്ളിലേക്ക്. പൂജ പോയിട്ട് പൂജക്ക് മനസ്സിലായി പുറത്തൊക്കെ ആളില്ലല്ലോ ഇതാ പറഞ്ഞിട്ട് പൂജ ഭയങ്കര ക്ലോസ് ആയി. പൂജ ശരിക്കും ഒരു ഫൈനൽ 5 ഒക്കെ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ലേ?
ഉള്ളിലേക്ക് പാർട്ടിസിപ്പന്റ് അങ്ങനെ പറഞ്ഞു, പക്ഷെ പറ്റുന്നില്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ ജാൻമണി ചേട്ടി ജാൻമണി ചേട്ടിനെ ഔട്ടായത് ആൾക്കാർക്ക് ഒരു പെട്ടെന്നുള്ളൊരു അടിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഔട്ടായ പ്രതികരണം? എങ്ങനെയുണ്ട്? താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് മീ ലൈക്ക് ദിസ്. എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വന്ന ദിവസം ഓടി, ഇപ്പൊ ഓടാൻ പറ്റില്ല. ഇവിടെ പൂജ വഴത്ത് പിന്നെ അല്ല, ഇപ്പൊ ഈ ബിഗ് ബോസിനകത്തുള്ള ഈ പ്രണയങ്ങളൊക്കെ ഉണ്ടല്ലോ, ജാസ്മിനും ഗബ്രിയായിട്ടുള്ളൊക്കെ, അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശരിക്കും റിയൽ ആണോ? അത് നിങ്ങൾ നമ്മളുടെ കൂടുതൽ നോക്കിയിരിക്കുന്നേ. അല്ല, എങ്ങനെയുണ്ട്? നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളെക്കാട്ടി കൂടുതൽ. അത് നമുക്ക് അറിയാൻ പറ്റില്ല ഉള്ളിലേക്ക് എത്ര, കാരണം അത് ക്യാമറയിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളെ നോക്കണം. ബിഗ് ബോസ് ഇപ്പൊ കാണാറുണ്ടോ? എനിക്ക് വിഷമം വരും. കാണാറില്ല. അപ്പൊ അതുകൊണ്ട് കാണാറുണ്ട്, പക്ഷേ ആ വീഡിയോ എൻ്റെ അറ്റാച്ച്മെന്റ് ആയിപ്പോയി, സ്വന്തം വീട്ടിൽ പോലെ ആയിപ്പോയി. തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വിളി വന്നാൽ പോവോ തിരിച്ച്? ജിൻഡോ ചേട്ടൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? എനിക്ക് ഒരു ബ്രദർ കിട്ടി, ഒരു ചേട്ടൻ കിട്ടി. അറിയിക്കില്ല, ജിൻഡോനെ അവിടെ ഒറ്റപ്പെടുത്തുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ജിൻഡോനെ ആകെ സപ്പോർട്ടായിട്ട് ജാൻമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജിൻഡോനെ മൊത്തത്തിൽ കോർണർ ചെയ്യണം, അവരെല്ലാവരും ചേർന്ന് ജിൻഡോനെ ഒറ്റപ്പെടുത്തുക, അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, പക്ഷേ ജിൻഡോ ചേട്ടൻ ഒറ്റയ്ക്കായി. എനിക്കറിയാം ജിൻഡോ ചേട്ടൻ എൻ്റെ കൂടെ ഒരു നല്ല റിലേഷൻ ഉണ്ടായി. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നമുക്കിപ്പോൾ ഇന്റർവ്യൂസ് കൊടുക്കുന്ന കുറച്ച് റൂൾ റെഗുലേഷൻ ഉണ്ടോ. ഈ ജാൻമണി ഔട്ടായതിനെ പറ്റി എന്താണ് ജാൻമണിക്ക് പറയാനുള്ളത്? കാരണം അതൊരു ശരിക്കും അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജാൻമണിനെക്കാട്ടിയും കളിക്കാൻ തീരെ ഇതില്ലാത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഇപ്പോഴും ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും നല്ലോണം കളിച്ച് ജാൻമണി ഔട്ടായതിനെ പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത്? എനിക്ക് ഒന്നും അഭിപ്രായമില്ല, കാരണം വോട്ട് കുറവായിട്ടാണ് ഞാൻ പുറത്തേക്ക്. കാരണം എനിക്ക് പുറത്തേക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് ആരും ഉണ്ടായിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. താങ്ക് യു. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.